ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റീസെറ്റ് വ്ളോഗാണ്. ഇപ്പോൾ എല്ലാവർക്കും എക്സാമൊക്കെ കഴിഞ്ഞു, വെക്കേഷനാണ്, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. ഞാൻ ഈ ഒരു എക്സാമിൻ്റെ ടൈമിൽ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ഒരു ടൈമിൽ ചെയ്യാം, കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം. ഈ വീഡിയോയിൽ കൂടുതലായിട്ടും ക്ലീനിങ് തന്നെയാണ് ഉണ്ടാവുക. എനിക്ക് ഷെൽഫ് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു, അതേപോലെ ടേബിള് എക്സാമൊക്കെ ആയിട്ട് ഞാൻ പിന്നെ അതിന് ശേഷം ക്ലീൻ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ നിറച്ച് പൊടിയൊക്കെ ആയിരുന്നു, അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യലായിരുന്നു മെയിനായിട്ടുള്ള പണി. ഈ ഒരു ഷെൽഫിലാണ് ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും വെച്ചിരുന്നത്, ഡ്രസ്സ്, ഫാൻസി ഐറ്റംസൊക്കെ. ഈ ഒരു ഷെൽഫിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ കാലം, ഏകദേശം ഒരു 16 വർഷത്തോളം പഴക്കമുണ്ട്. കാരണം എൻ്റെ വീടല്ല, ഞാൻ പറഞ്ഞു വന്നത് ഹൗസ് വാമിങ്ങിന് ആരോ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത്രയും വർഷം പഴക്കമുള്ളതുകൊണ്ട് തന്നെ ആ ഒരു പഴയ മോഡലാണ്. പക്ഷേ ഇതിൽ അത്യാവശ്യം സ്റ്റോറേജൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ എല്ലാ സാധനവും ഞാൻ അധികം ഇതിൽ തന്നെ വെച്ചിരുന്നത്, ഡ്രസ്സ് ഐറ്റംസൊക്കെ. അപ്പോൾ കുറേ ആയിട്ട് ഇതൊന്നും ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ ആകെ മൊത്തം മെസ്സായി കിടക്കുകയാണ്. കുറേ കാലമായിട്ട് ക്ലീൻ ചെയ്യാൻ വിചാരിക്കുന്നു, പക്ഷേ അതിന് ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ന് ഫസ്റ്റ് ഞാൻ ഇത് ക്ലീൻ ചെയ്യാനാണ് നിൽക്കുന്നത്. ഇതേപോലെ പുതിയ ഡ്രസ്സും പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇങ്ങനെ ആകെ കുന്നുകൂടിയൊന്ന് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മടക്കി വെക്കുക, നല്ല ഇതിൽ അറേഞ്ച് ചെയ്ത് വെക്കുക എന്നുള്ളതിനാണ് ഫസ്റ്റ് ചെയ്യുന്നത്. ഇത് മടക്കി വെക്കാൻ കുറേ ടൈം എടുക്കുമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ച അത്ര ടൈമൊന്നും എടുത്തില്ല. കാരണം കുറച്ചൊക്കെ അതിൽ മടക്കി വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്, കാരണം പഴയ ഡ്രസ്സൊക്കെ. പിന്നെ ഈ ഒരു ഷെൽഫിൽ പറയുകയാണെങ്കിൽ പുതിയ ഡ്രസ്സ് എന്ന് വെച്ചാൽ എൻ്റെ പഴയ യൂണിഫോം, അതുപോലെ പണ്ട് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ്, അതൊക്കെ ഞാനിതിൽ മടക്കി വെച്ചിട്ടുണ്ട്. അതിലൊരു കളർഫുള്ളായിട്ട് കാണുന്നത് കുറേ മുമ്പുള്ള ഡ്രസ്സാണ്, ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഇതേപോലെ പഴയ ഡ്രസ്സൊക്കെ ഒഴിവാക്കുമ്പോൾ സങ്കടം വരുന്നവരുണ്ടോ? ഉണ്ടാവും. കാരണം എനിക്ക് തോന്നുന്നു ഗേൾസിൻ്റെ ഒരു പൊതു സ്വഭാവമാണിതെന്ന്. ഡ്രസ്സ് എന്നല്ല, എന്ത് പഴയ സാധനം ഒഴിവാക്കുമ്പോഴും ഒരിടങ്ങാറ്. ഈ ഒരു ഷെൽഫിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും ഒഴിവാക്കാനില്ലാത്തതുകൊണ്ട് തന്നെ സ്പേസ് ഒന്നും കൂടിയിട്ടില്ല, എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് മടക്കി ഒതുക്കി വെച്ചു എന്നുള്ളൂ. ഈ ഒരു റീസെറ്റ് കൊണ്ട് ഞാൻ മെയിനായിട്ട് വിചാരിച്ചിരുന്നതും ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇതൊക്കെ ക്ലീൻ ചെയ്യണം, അതേപോലെ കുറേ കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കണം എന്നുള്ളതൊക്കെ. അങ്ങനെ വിചാരിച്ച പോലെ എല്ലാം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറേയൊക്കെ ഞാൻ ഈ ഒരു ടൈമിൽ ചെയ്തു. ഇനിയും കുറേ ചെയ്യാനുണ്ട്, അത് ഇനി ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ ഓരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഡ്രസ്സിൻ്റെ ഏരിയ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഈ ഒരു ജ്വല്ലറീസും സ്കിൻ കെയറൊക്കെ വെച്ച ഒരു ഏരിയയാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത്. അതിൽ അത്യാവശ്യം മെസ്സായിരുന്നു, കാരണം ഡെയിലി യൂസ് ചെയ്യുന്ന ഐറ്റംസാണ് അതിലധികം ഉള്ളത്. അപ്പം അതിൻ്റെയൊക്കെ കവറ്, പെട്ടി, അങ്ങനെ എല്ലാം അവിടെ കിടക്കുന്നുണ്ട്. അപ്പം അന്ന് ഞാൻ കുറേ കാലമായിട്ട് ഒഴിവാക്കിയിട്ടില്ല, കാരണം യൂസ് ചെയ്തിട്ട് ബിസി ആയിട്ട് പോവുകയാണെങ്കിൽ അവിടെ ഇട്ട് പോവും, ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു ഏരിയയിൽ കുറേ കാര്യങ്ങൾ ഒഴിവാക്കാനും ഉണ്ടായിരുന്നു, അതേപോലെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ദിവസമാണ് ചെയ്തത്. അത് തന്നെ എല്ലാം ഒപ്പം ചെയ്യുന്നല്ല, കുറച്ച് നേരം ടൈം ബ്രേക്ക് എടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. കാരണം എല്ലാം കൂടി ഒരുമിച്ച് വലിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യൂലെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു ഏരിയ ചെയ്യും, പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കും, പിന്നെ വന്നിട്ട് വേറെ ഏരിയ ചെയ്യും, അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ബോറടിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒന്നാമത് വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പം അതിന് വേണ്ടിയിട്ടെങ്കിലും ഞാൻ കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. ഈ ഷെൽഫിൽ നിന്ന് എല്ലാ ഐറ്റംസും പുറത്തിട്ടപ്പോഴാണ് ഞാൻ ഇത്രയും അലമ്പായി കിടക്കുന്നുണ്ട് എനിക്കും മനസ്സിലായത്. കാരണം എല്ലാം കൂടി ആകെ മിക്സായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ കുറച്ച് കൂടുതൽ ടൈം എടുത്തിട്ടുണ്ട്. കാരണം എന്തൊക്കെ ഇനി ആവശ്യമുണ്ട്, എന്തൊക്കെ ഒഴിവാക്കണം, അങ്ങനെ ഒന്നിരുന്ന് ആലോചിച്ചിട്ടൊക്കെ ഞാൻ ചെയ്യണുള്ളൂ. അങ്ങനെ ഈ ഒരു ഷെൽഫ് ക്ലീൻ ചെയ്തിട്ട് പിന്നെ രാത്രിയാണ് ഞാനൊരു ടേബിൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. കാരണം ആ ഒരു ഷെൽഫൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ ഏകദേശം ടയേർഡായി. പിന്നെ ഞാൻ രാത്രിക്ക് വെച്ച്, കാരണം രാത്രി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അപ്പം ആ ഒരു ടൈമിൽ ചെയ്യാൻ വിചാരിച്ചിട്ട് അപ്പോഴാണ് ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഞാൻ ഈ ഒരു ടേബിൾ ക്ലീൻ ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പം ഒരു മാറ്റം വന്നില്ല, ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിരുന്നു എന്നുള്ളൂ, ഒക്കെ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു ടേബിളിലും കാര്യമായിട്ട് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നത് ഈ ഒരു ബുക്സും ചെറിയ നോട്ട്സൊക്കെ വെച്ചിട്ടുള്ള ഈ ഒരു ബോക്സിലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒഴിവാക്കാൻ തോന്നാത്ത കുറേ ഐറ്റംസും ഇതിനകത്തുണ്ട്. എന്നാലും ഞാൻ വേസ്റ്റ് ആയിട്ടുള്ള, എനിക്ക് ആവശ്യമില്ല തോന്നുന്ന ഐറ്റംസൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ക്ലീൻ ചെയ്യാതിരുന്നപ്പോഴാണ് എനിക്കെൻ്റെ പഴയ മാജിക് ബുക്കൊക്കെ കിട്ടിയത്. ഈ സംഭവം ഇതിനകത്തുള്ളത് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ കുറേ നേരം അയിമ കളിച്ചിരുന്നു. പണ്ട് എവിടേക്കോ പോയപ്പോൾ വാങ്ങിച്ചാണ്, അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഞാൻ കുറേ ഹാപ്പിയായി. പിന്നെ അതേപോലെ പഴയ കളറിങ് ബുക്കും, പിന്നെ പണ്ട് ഞാൻ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയിരുന്നു, ഇങ്ങനെ ചെറിയ നോട്ട്സ് ഉണ്ടാക്കുമല്ലോ, പേപ്പറൊക്കെ മടക്കിയിട്ട്, അപ്പോൾ അതൊക്കെ കിട്ടി. അതിലൊക്കെ ഞാൻ എന്തൊക്കെയോ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പം കുറച്ച് സന്തോഷമായി. അങ്ങനെ കുറേ നേരം സന്തോഷിച്ചായിരുന്നു, ക്ലീൻ ചെയ്യാൻ മറന്നു ഞാൻ.
അങ്ങനെ അതുമ്മൊക്കെ കളിച്ചിരുന്നിട്ട് പിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. ഇതിൽ ഞാൻ കൂടുതലായിട്ടും ഓരോ പ്ലാനേഴ്സ്, യൂട്യൂബ് പ്ലാനർ, അതേപോലെ ഡയറി ഐറ്റംസൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എപ്പോഴും പെട്ടെന്ന് നമുക്ക് എടുക്കാൻ ആവശ്യം വരുന്ന ഐറ്റംസൊക്കെയാണ് ഈ ഒരു ടേബിളിലുള്ള ഈ ഒരു ബോക്സിൽ വെച്ചിരുന്നത്. ബാക്കിയൊക്കെ ഞാനിങ്ങനെ ഷെൽഫിൽ കൊണ്ടുപോയി വെക്കും. ഇത് ക്ലീൻ ചെയ്തപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. ഇതിനകത്ത് കുറേ ബുക്ക് മാർക്ക് ഉണ്ട്. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ തീരെ ബുക്ക് വായിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ടൈമൊക്കെ ഉണ്ട്, റീഡിങ് ഒരു ഹാബിറ്റ് പോലെ കൊണ്ടു നടക്കണം എന്നൊക്കെ. എന്തായാലും ഇനി വെക്കേഷനൊക്കെ ആണല്ലോ, അപ്പോൾ ഇനി ഇങ്ങനെയുള്ള നല്ല ഹാബിറ്റ്സൊക്കെ ശീലിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഈ ഒരു പെൻ ഹോൾഡറാണ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മഷിയുള്ള പെന്നും ഇല്ലാത്ത പെന്നൊക്കെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം കുറേ കാലമായിട്ട് ഞാൻ ഒഴിവാക്കില്ല. കാരണം ഇത് ഇവിടെ കൊണ്ടുപോയി കളയുന്നറിയാത്തതുകൊണ്ട് ഒക്കെ അതിൽ തന്നെ ഇട്ട് വെക്കും. അപ്പോൾ ഇന്ന് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് മഷിയുള്ളതും ഇല്ലാത്തതൊക്കെ ഒന്ന് വരച്ച് നോക്കി ഒക്കെ സെപ്പറേറ്റ് ആക്കി വെച്ചു. അതേപോലെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ പോട്ടുണ്ടല്ലോ, ഇത് മണ്ണ് വെച്ചിട്ടുള്ള പോട്ടാണ്, മൺചട്ടിയാണ്. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടാണോ അറിയില്ല, അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു വൈറ്റ് പൊടി പോലെ കിടക്കണം. അപ്പോൾ അതൊക്കെയാണ് കുറേ കാലമായി തുടക്കണം വിചാരിക്കുന്നു. അപ്പോൾ ഇന്നാണ് ടൈം കിട്ടിയത്. അങ്ങനെ അതും ക്ലീൻ ചെയ്ത് കൊടുത്തു. ഇപ്പം തന്നെ കാണാനൊരു രസമൊക്കെ ഉണ്ട് ടേബിൾ. അങ്ങനെ മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ടുള്ളൊരു വ്യൂ ആണിത്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് എത്ര ദിവസത്തിനാണെന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ കയ്യിലായതുകൊണ്ട് ഞാനൊരു ചെറിയ പണി അവിടെ വെച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ ഇത് മൊത്തം കേടുവരും. അങ്ങനെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നേരത്തെ എഴുതി വെച്ച ടു ഡു ലിസ്റ്റിൽ ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്യുന്നുണ്ട്. ഇനി അതിൽ ബാലൻസായി കിടക്കുന്നത് വിഷൻ ബോർഡാണ്. അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഒരു സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ഇടാം. കാരണം ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്ന കാര്യമാണ് വിഷൻ ബോർഡ് ചെയ്യണമെന്ന്. ഈ 2025 ഫസ്റ്റ് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അപ്പോൾ എക്സാമിൻ്റെ അപ്പോൾ പ്രിൻ്റ് എടുക്കാനും അതിനൊന്നും ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിലും ചെയ്യാമല്ലോ. അതിൻ്റെ വിഷൻ ബോർഡ് നമ്മളെപ്പോൾ ഉണ്ടാക്കിയാലും അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്താൽ മതി, അത് സക്സസ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് വിഷൻ ബോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറേ വീഡിയോസൊക്കെ ഞാൻ അങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നതിനെ പറ്റി കാണിക്കാം. ഈ ഒരു റീസെറ്റിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഉള്ളത് പ്ലാനിങ് ആയിരുന്നു. അതായത് എൻ്റെ യൂട്യൂബിൻ്റെ പ്ലാനർ, അതേപോലെ വേറെ ഹാബിറ്റ് ട്രാക്കർ, അങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ്. കാരണം ഏതൊക്കെ ദിവസങ്ങളിലാണ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, അങ്ങനെ അതേപോലെ വീഡിയോ ഐഡിയാസ്, അതൊക്കെയാണ് ഇപ്പോൾ ഞാൻ എഴുതിയെടുക്കുന്നത്. ഞാൻ ആദ്യം സെപ്പറേറ്റ് ഒരു നോട്ടിൽ റഫായിട്ട് ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് പിന്നെ അത് എൻ്റെ യൂട്യൂബ് പ്ലാനർക്ക് എഴുതിയെടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു റീസെറ്റ് വ്ളോഗിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോ എങ്ങനെയാണെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. കാരണം കമൻറ്റ്സ് വായിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.